ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എന്നെ കണ്ടിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ഞാനൊരു പുതിയ ഫേസ് പാക്ക് തയ്യാറാക്കിയിട്ട് മുഖത്ത് പുരട്ടിയതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കൂടി പങ്കുവയ്ക്കാമെന്ന് കരുതി എൻ്റെ ഒരു റിലേഷനിലൊരു കുട്ടി ഇത് ട്രൈ ചെയ്തിട്ട് അവൾക്ക് നല്ല റിസൾട്ട് തന്നെയായിരുന്നു. ഞാൻ തന്നെ കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോയി. അപ്പോൾ ഞാൻ കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി എൻ്റെ മുഖത്ത് കണ്ടില്ലേ കുറച്ച് പാടുകളൊക്കെ, ആ പാടുകളൊക്കെ മാറി നമ്മുടെ മുഖമൊക്കെ വെട്ടി തിളങ്ങാൻ വേണ്ടിയിട്ട് നല്ലൊരു ഫേസ് പാക്ക്, അതും വീട്ടിലുള്ള 3 ഇൻഗ്രീഡിയൻസ്, നമ്മുടെ അടുക്കളയിൽ തന്നെയുള്ള 3 ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ഫേസ് പാക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് ഈ ഫേസ് പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കഞ്ഞിവെള്ളമാണ്. ഇത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ്. ഞാനിവിടെ 3 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതിൽ കൂടുതൽ എടുക്കരുത്, കുറച്ചാണെങ്കിലും കുഴപ്പമില്ല. ഇതിൽ കൂടുതൽ എടുത്താൽ ഒരുപാട് വെള്ളമായിട്ട് പോകും. അപ്പോൾ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെ എടുക്കുക. നമ്മുടെ കഞ്ഞിവെള്ളം മുഖത്തിനായാലും നമ്മുടെ മുടിക്കായാലും വളരെ ഗുണമുള്ള ഒരു സംഭവമാണ്. നമ്മുടെ മുഖത്തിന് എങ്ങനെയെന്ന് വെച്ചാൽ മുഖത്തിന് തിളക്കം തരുവാനും നമ്മുടെ കറുത്ത പാടുകളൊക്കെ ഇല്ലാതാക്കാനും വളരെ നല്ലൊരു ഇൻഗ്രീഡിയൻസാണ് നമ്മുടെ കഞ്ഞിവെള്ളം. അപ്പോൾ അതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആവശ്യമുള്ളത് കടലമാവാണ്. കടലമാവ് അതുപോലെ തന്നെ നമ്മുടെ മുഖത്തിന് തിളക്കം തരുവാനും നമ്മുടെ കറുത്ത പാടുകളൊക്കെ ഇല്ലാതാക്കാനും വളരെ നല്ലൊരു ഘടകമാണ് കടലമാവ്. അത് ഞാനിവിടെ 2 സ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായി ഇതിൻ്റെ കട്ടയൊക്കെ ഉടച്ച് നന്നായി മിക്സ് ആക്കണം. അപ്പോൾ അതായത് കട്ട പിടിച്ചിട്ട് തന്നെ നിൽക്കുന്നുണ്ടാവട്ടെ നമ്മൾ ചേർക്കുമ്പോൾ. അപ്പോൾ കടൽമാവ് നമ്മുടെ ഫേസിന് വെറുതെ തേക്കുകയാണെങ്കിലും വളരെ നല്ലതാണ്. സോപ്പിന് പകരം വെറുതെ തേക്കുന്നതും വളരെ നല്ലതാണ്. അപ്പോൾ കടൽമാവ് നന്നായി കട്ടയൊക്കെ ഉടച്ചിട്ട് എടുക്കുക. ഇനി ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓറഞ്ച് തൊലി ഉണക്കി പൊടിച്ചതാണ്. നന്നായി കഴുകി വൃത്തിയാക്കി വെയിലത്ത് കുറച്ച് ദിവസം വെച്ച് ഉണക്കി പൊടിച്ചതാണ്. നമ്മുടെ ഫേസിന് വളരെ നല്ലൊരു സംഭവമാണ് ഈ ഓറഞ്ച് ഉണക്കി പൊടിച്ചത്. ഓറഞ്ചിൻ്റെ തൊലി ഉണക്കി പൊടിച്ചത് വൈറ്റമിൻ സി ഒരുപാടുള്ളതുകൊണ്ട് തന്നെ മുഖത്തിന് തിളക്കം നൽകുവാനും അതുപോലെ പാടുകളൊക്കെ മാറാനും വളരെ നല്ലൊരു സംഭവമാണ് നമ്മുടെ ഓറഞ്ച് തൊലി പൊടിച്ചത്. അത് ഞാനിവിടെ 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. എല്ലാം ഈ സ്പൂണിൻ്റെ അളവിലാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമ്മുടെ കടലമാവിൻ്റെ ആ പൊടിയും ഓറഞ്ചിൻ്റെ പൊടിയൊക്കെ നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കണം. നമ്മുടെ ഓറഞ്ച് തൊലി ഉണക്കി പൊടിച്ചാൽ കുറേ ദിവസത്തിനുണ്ടാവും കേട്ടോ. അപ്പോൾ കുറേ ദിവസം നമുക്ക് ഉണക്കി പൊടിച്ചിട്ട് ഉപയോഗിക്കാം. നന്നായി ഉണങ്ങുകയാണെങ്കിൽ കേടുകൂടാതെ കുറേ ദിവസം തന്നെ ഇരിക്കും. അപ്പോൾ നന്നായി ഇത് മിക്സാക്കി എടുക്കുക. നമ്മളെ വീട്ടിൽ നമ്മുടെ ചർമ്മ സംരക്ഷണത്തിന്, നമ്മുടെ മുഖ സംരക്ഷണത്തിന് നമ്മൾ തന്നെ ശ്രമിക്കണം. നമുക്കതിന് സമയം ഉണ്ടായെന്നൊന്നും വരില്ല. അപ്പം നമ്മൾ തന്നെ ഇത് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ പണീൻ്റെ ഇടയിൽ കുറച്ചൊന്ന് മുഖത്ത് പുരട്ടിയിട്ട് നമ്മൾ കുളിക്കാൻ നേരത്ത് അരമണിക്കൂർ വെച്ചിട്ട് കഴുകിയെടുത്താൽ മതി. അപ്പം നമ്മുടെ സംരക്ഷണം, നമ്മുടെ മുഖത്തിൻ്റെ സംരക്ഷണം നമ്മൾ തന്നെ നോക്കണം. മുഖത്തിൻ്റെ പാടുകളൊക്കെ മാറി നല്ല തിളക്കമേറിയ മുഖമാവാൻ ഇതുപോലെ ഫേസ് പാക്കൊക്കെ ഇട്ട് നമ്മൾ തന്നെ ശ്രമിച്ചാലേ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ പണിത്തിരക്കിൻ്റെ ഇടയിൽ ഇത് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഫേസ് പാക്കാണ് കേട്ടോ. ഇനി ഇതെങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇത് ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ കണ്ണിൻ്റെ അടിയിലെ കറുപ്പ് മാറാനൊക്കെ ഓറഞ്ച് പൊടി നല്ലതാണ് കേട്ടോ. കഴുത്തിലെ കറുപ്പാണെങ്കിലും കണ്ണിൻ്റെ അടിയിലുള്ള കറുപ്പാണെങ്കിലും എല്ലാം മാറാനും നമ്മുടെ ഓറഞ്ച് തൊലി പൊടിച്ചത് വളരെ നല്ലതാണ്. നല്ല സ്മെല്ലാണ് കേട്ടോ ഓറഞ്ച് തൊലി പൊടിച്ചത്. അപ്പോൾ നമ്മൾ ഓറഞ്ച് വാങ്ങുമ്പോൾ ആ തൊലിയൊന്നും കളയാതെ നമുക്കിതുപോലെ ഉണക്കിയെടുത്തിട്ട് ഇങ്ങനെ ഓരോ ഫേസ് പാക്കിൽ ഈ ഓറഞ്ച് തൊലി കൊണ്ട് ഒരുപാട് ഫേസ് പാക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ കഞ്ഞിവെള്ളമൊക്കെ ഉപയോഗിച്ചിട്ട് കടലമാവും എല്ലാം നമ്മുടെ മുഖത്തിന് ഒരുപോലെ തിളക്കം തരുന്ന സാധനങ്ങളാണ്. അപ്പോൾ അതെല്ലാം മിക്സ് ചെയ്ത് ഇതുപോലെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ മുഖത്തിന് നല്ലൊരു തിളക്കം തന്നെ കിട്ടും. കുറച്ച് ദിവസം 2 നേരം നമ്മൾ ഉപയോഗിക്കണം. പിന്നെ അതുപോലെ കുളിക്കുമ്പോഴാണെങ്കിലും നമ്മൾ സോപ്പിന് പകരം കടലമാവ് ഉപയോഗിച്ചിട്ട് മുഖം കഴുകാൻ ശ്രമിക്കുക. അപ്പോൾ ഇതുപോലെ ഇത് ഓരോന്നായിട്ട് എല്ലാവിടെയും അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ കണ്ണിൻ്റെ കുറച്ച് മേൽഭാഗത്തൊക്കെ അടിയിലൊക്കെ തേച്ച് കൊടുക്കുക കേട്ടോ. കാരണം നമുക്ക് ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളിതെല്ലാം തയ്യാറാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണിനാണെങ്കിലും ഒന്നും ഒരു സൈഡ് എഫക്റ്റും ഒന്നുമില്ല. അപ്പോൾ കണ്ണിൻ്റെ അടിയിലെ കറുപ്പൊക്കെ മാറാനും മുഖം നമ്മളെ കറുത്ത പാടുകളൊക്കെ മാറി വെട്ടിത്തിളങ്ങാനും ഈ ഒരു ഫേസ് പാക്ക് സഹായിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. നല്ലൊരു ഫേസ് പാക്ക് തന്നെയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ലൊരു റിസൾട്ട് കിട്ടിയവരെ എനിക്ക് പറഞ്ഞു തന്ന് ഞാൻ ചെയ്യുന്നതാണ്. അപ്പം ഞാൻ എൻ്റെ മുഖത്ത് തേക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവളുടെ മുഖത്ത് എന്താ തേച്ചിട്ട് പാട് കാണുന്നുണ്ടല്ലോ എന്ന്. ഞാനും ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. ട്രൈ ചെയ്ത് നോക്കിയവരുടെ നല്ല റിസൾട്ട് കിട്ടിയിട്ടാണ് ഞാനിത് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ ഇത്
ഒരു അരമണിക്കൂർ വെച്ചിട്ട് നമ്മൾ നോർമൽ വാട്ടറിൽ കഴുകിയെടുത്താൽ മതി. നമ്മുടെ സാധാരണ വെള്ളത്തിൽ നമ്മൾ കഴുകിയെടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഫേസ് പാക്ക് ഇതുപോലെ പുരട്ടിയതിന് ശേഷം റൗണ്ടിൽ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് കുറച്ച് നേരം ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മുടെ കയ്യിലൊക്കെ ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കും. അതൊന്നും നമ്മൾ കാര്യമാക്കേണ്ട, നമ്മുടെ മുഖം തിളങ്ങാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ കഴുത്തിൽ വല്ല ഷാളൊക്കെ ചുറ്റിയിട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് നമ്മൾ റൗണ്ടിലൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളൊന്ന് റൗണ്ടിൽ മസാജ് ചെയ്ത് കൊടുക്കുക. കുറച്ച് നേരം മസാജ് ചെയ്യുമ്പോൾ മുഖത്ത് നന്നായിട്ട് പിടിക്കും. വെറുതെ നമ്മൾ പുരട്ടിയിട്ട് 10-20 മിനിറ്റ് വെച്ചിട്ട് കാര്യമില്ല. ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ മുഖത്ത് നന്നായിട്ട് അത് പിടിക്കും കേട്ടോ. അപ്പോൾ മാക്സിമം അരമണിക്കൂറെങ്കിലും മുഖത്ത് പുരട്ടി ഇതുപോലെ വെക്കുക, അല്ലെങ്കിൽ ഒരു 20 മിനിറ്റെങ്കിലും വെക്കണം. എന്നാലേ ഇത് കറക്റ്റായിട്ട് നമ്മുടെ ഫേസിൽ പിടിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.